വെൽക്കം ടു സെല്ലുലോയിഡ്. ഭയങ്കര വ്യത്യസ്തമായ പേരാണ് ഇതിൻ്റെ അകത്ത് ആദ്യം പോസ്റ്റർ നോക്കിയാൽ ശ്രദ്ധ പിടിക്കുന്നത്. ക്ലാ ക്ലീക്ലി നസ്രിയ തിരിഞ്ഞു നോക്കി. ആദ്യം നമുക്ക് ടീമിനെ ഒന്ന് പരിചയപ്പെടാം. ഡയറക്ടർ ഹരിനാരായണൻ സർ, സിനിമയുടെ ഹീറോയിൻ ദിവ്യ ആൻഡ് ഹീറോ ഗൗതം. ഡയറക്ടറിനോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആരാണ് നസ്രിയ? എങ്ങനെയാണ് ഇങ്ങനൊരു പേര്, കുറെ ശബ്ദങ്ങളും നസ്രിയയും ഒക്കെ ആയിട്ട്? ഇതൊരു സർപ്രൈസാണ്. നസ്രിയ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും വിചാരിക്കും നസ്രിയ അഭിനയിച്ചിട്ടുണ്ടോ. എന്റെ നസ്രിയ ഇതാണ്. പിന്നെ അതൊരു ആ പേര് വരാൻ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ഒരു സെഗ്മെന്റ് ഉണ്ട്. ഈ പേര് സജസ്റ്റ് ചെയ്തത് എന്റെ വൈഫാണ്. സജസ്റ്റ് ചെയ്തത് ഞങ്ങൾ കൺഫ്യൂഷനിലായിരുന്നു എന്ത് വേണം. സാധാരണ പേരൊക്കെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും വരണമെങ്കിൽ നമ്മൾ കോമഡി എല്ലാം, പിന്നെ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കാം. ഈ ഒരു സാധനമാകുമ്പോൾ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാ ക്ലീ സുരേഷ് തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഇത് നമ്മൾ ഇതിലേക്ക് പുള്ളിക്കാരി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ആക്കിയാലോ എന്ന് ചിന്തിച്ചിട്ട്, അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും ചോദിക്കേണ്ടി വന്നില്ല. ഗൗതം ഉണ്ടായിരുന്നു, ബാക്കി എല്ലാ ആൾക്കാരും ഒന്നുണ്ട്. ആൾക്കാർ സംസാരിച്ചു, ഓക്കെ അടിച്ചു, പേര് ഫിക്സ് ചെയ്തു. നമ്മുടെ സൂര്യ ടി വി പ്രേക്ഷകർക്ക് ഡയറക്ടർ ഹരിനാരായണനെ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ഒക്കെ കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ സൂര്യ ടി വിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ശ്രീമാൻ ശ്രീമതി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് വിന്നേഴ്സ് ആയിരുന്നു ഡയറക്ടർ ഹരിനാരായണനും വൈഫും. ഇന്ന് ഇവർ ഫാമിലി എല്ലാവരും കൂടി ഒരു മൂവി ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഒരു ഫാമിലി മൂവി തന്നെ വിളിക്കാം അല്ലേ ഇതിനെ? മകൻ ഹീറോ ആയിട്ട് വരുന്ന മൂവി, അച്ഛൻ ഒരുപാട് മൂവികൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, അച്ഛൻ സംവിധാനം ചെയ്യുന്ന മൂവി, വൈഫ് പേര് സജസ്റ്റ് ചെയ്യുന്നു. ഐ കൻ ഇമാജിൻ നിങ്ങളുടെ വൈഫ് അഭിനയിച്ചിട്ടുണ്ട്. നൈസ്, വെരി നൈസ്. അച്ഛൻ ചെയ്യുന്ന എല്ലാ പടത്തിലും അഭിനയിക്കാറുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു റൊമാൻറ്റിക് ചിത്രം കൊണ്ടുവരുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻസ് ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊരു റൊമാൻസ് മൂവി അല്ലേ? അങ്ങനെ ഒരു ഇപ്പം പിള്ളേർക്കൊന്നും ഈ 2K കിഡ്സിനൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. റെസ്ട്രിക്ഷൻ ഇല്ലാതെ എന്ത് റൊമാൻസ് അല്ലേ? ലൈക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നമുക്ക് പ്രേമിക്കാൻ ഒരു വൈബും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മളൊരു റൊമാൻസ് മൂവി കുറച്ച് കാലഘട്ടത്തിന് ശേഷം വരാൻ പോകുന്നത്. അത് എങ്ങനെയായിരുന്നു? അതും പ്രഗത്ഭരായ ഗായകരുണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഒരു സീനിയർ ആക്ടറിനെ നിങ്ങൾ ശങ്കറിനെ റീലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ മൂവിയിൽ. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന കുറേ കാര്യങ്ങൾ. നിസാർ മാമുക്കോയ മൂവിയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ. വിശേഷങ്ങളൊന്നൊക്കെ ആയിക്കട്ടെ. പ്രണയിച്ചിട്ടില്ലേ? Of course. ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഞാനിപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ്, എല്ലാ ആൾക്കാരുടെ ഉള്ളിലും പ്രണയമുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രണയകഥ നമ്മൾ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത്, ഡിഫറെൻ്റ് ആയിട്ട്. പക്ഷെ ആ പ്രണയത്തിൽ മാത്രം നിർത്താതെ അതിലൊരു ഹ്യൂമർ ട്രാക്കും കൂടി അതിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്. പിന്നെ ഒരു ത്രില്ലിംഗ് മൂമെന്റ്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിലത്തെ ഈ സിനിമ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും, ഇതിലത്തെ കഥാപാത്രങ്ങൾ പുതിയ ആൾക്കാരല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് വർക്കൗട്ട് ആവില്ല. അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം പുതിയ ആൾക്കാരെ വെച്ചിരിക്കുന്നത്. അല്ലാത്തൊരു ക്യാരക്ടർ വേണം, അതിന് നമ്മൾ ശങ്കറിനെ പ്ലേസ് ചെയ്തു. ബാക്കി എല്ലാം പുതിയ ആൾക്കാരാണ്. പുതിയ ആൾക്കാരെന്ന് വെച്ചാൽ പുതിയ ആളെന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. ഒന്നോ രണ്ടോ ചെറിയ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പുതുമുഖങ്ങൾക്കാണ് പ്രാധാന്യം. ആ പുതുമുഖങ്ങളെ വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു സാധനം ചെയ്യുക. അതായിരുന്നു നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഈ സബ്ജക്റ്റ് വർക്കൗട്ട് ആവണമെങ്കിൽ പുതുമുഖങ്ങളായാലേ വർക്കൗട്ട് ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ആർട്ടിസ്റ്റാണ് അതിൽ അഭിനയിക്കുന്നത്, നമുക്ക് ഓൾറെഡി പ്രഡിക്റ്റഡ് ആയിരിക്കും. ഇതിങ്ങനെ ആയിരിക്കാം, അതങ്ങനെ ആയിരിക്കാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് ഇങ്ങനെ പുതിയ ആൾക്കാരെ പ്ലേസ് ചെയ്തതും ഇങ്ങനൊരു സബ്ജക്റ്റ് വർക്കൗട്ട് ആക്കാൻ തീരുമാനിച്ചത്. ഗൗതം ആൻഡ് ദിവ്യ ശരിക്കും പറഞ്ഞാൽ പുതുമുഖങ്ങളിൽ നിന്ന് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ബിക്കോസ് രണ്ടുപേരും മൂവീസിലേക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ആയവരാണ്. ബാലതാരമായിട്ട് വന്ന ആളാണ് ഗൗതം. അച്ഛൻ ഒബ്വിയസ്ലി ഇത്രയും മൂവീസ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ മൂവീസ് എല്ലാം ഒന്ന് പറഞ്ഞു തന്നെ. അത് ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് കയറി വന്നപ്പോ നീലാംബരി. അപ്പൊ ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ ഇഷ്ടമാണ്, എന്തെങ്കിലും വേഷം തരുമോ ചോദിച്ചു. അപ്പൊ എനിക്ക് പാട്ടില് ഒരു 2 സീൻ തന്നിട്ട് എന്നോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ ആളാണ്. ആള് മെച്ചുവർ ആയിട്ടുണ്ടായിരുന്നില്ലല്ലേ? ആ ഒരു ക്യാരക്ടർ നമ്മുടെ അതിലത്തെ ഒരു വേറെ ലീഡിങ് ക്യാരക്ടറിന്റെ കുട്ടിക്കാലം ചെയ്യാനാണ്. അത് നമ്മുടെ സബ്ജക്ട് ടൈറ്റിൽ സോങ്ങിലാണ് മൊത്തം പോകുന്നത്. അപ്പോ അത് ചെയ്തു. അതാണ് നീലാംബരി. പിന്നെ നോട്ടി പ്രൊഫസർ ബാബുരാജനെ വെച്ചിട്ട് അതും ഒരുപാട് കാലത്തിന് ശേഷം ബാബുരാജ് വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം വന്നൊരു മൂവിയായിരുന്നു. ഫുൾ കോമിക് സ്റ്റൈലിൽ പിടിച്ചിട്ട് അത് ചെയ്തു. പിന്നെ നെരിപ്പോട് എന്ന് പറഞ്ഞ OTT-ക്ക് വേണ്ടിയിട്ടൊരു പടം ചെയ്തു.
പിന്നെ ഒരുമ്പെട്ടൻ ഇന്ദ്രൻ ചേട്ടനും ജാഫ്രിക്കൊക്കെ ഇവിടെ ചെയ്ത പടം. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മുടെ ക്ലിക്ക് അത്രയും മൂവീസ് ആണ് ഡയറക്ടർ ഹരിനാരായണൻ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മൂവി എന്ന് പറയുമ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ പേടിക്കൊന്നുമില്ല, ക്യാമറ വരുമ്പോഴത്തേക്കും. അല്ല, ദിവ്യയും ഓൾസോ ദിവ്യ മലയാളത്തിൽ 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. പൊങ്കാല ചെയ്തിട്ടുണ്ട്, സ്വപ്നസുന്ദരിയിലുണ്ട്, പിന്നെ അതുപോലെ തമിഴ്. ഓക്കെ, അതിൽ ഹീറോയിൻ ആയിരുന്നു ദിവ്യ. വെരി നൈസ്. അപ്പൊ രണ്ടുപേരും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കെമിസ്ട്രി? ബിക്കോസ് ഇറ്റ്സ് എ ലവ് മൂവി. ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ദിവ്യ പറയുന്നത്. രണ്ടുപേരും ഭയങ്കര ചിരി കെമിസ്ട്രിയുടെ കാര്യം ചോദിച്ചപ്പോ. ദിവ്യ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് പ്രണയത്തില്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു സിങ്ക് ഔട്ട് പ്രശ്നം വരുന്നില്ല. എക്സ്പീരിയൻസ് ഇല്ലേ? ഉണ്ട്, എങ്കിലും അച്ഛനും വെച്ച് പറയാത്താണോ? കുഴപ്പമൊന്നുമില്ല. അച്ഛൻ കുറച്ചുകൂടെ പറഞ്ഞല്ലോ, ഇപ്പോഴും പ്രേമിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛന്റെ പാദം പിന്തുടരൂ. ഞാൻ പറയും, ഞാൻ ആരെങ്കിലും കണ്ട് നമുക്ക് ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ പറയും, അച്ഛാ കുട്ടി കൊള്ളാട്ടോ എന്ന് പറയും. നീ നോക്കിക്കോ, വള്ളി നീ തന്നെ പിടിച്ചോ, അങ്ങനെ പറയുന്ന ആളാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ വൈഫ് പറയും. അമ്മ പറയും. അമ്മ ഫസ്റ്റ് പറയാ. കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ അഭിനയിച്ച സമയത്തുള്ള? നിങ്ങൾക്ക് സിങ്ക് ആവാനൊക്കെ ടൈം എടുത്തോ? ഇല്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കുഴപ്പമൊന്നും ഒന്നും പറയാനില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നും ഇല്ല. മെയിൻ ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഒന്ന് ഹഗ് ചെയ്യണ സീൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ ഒരു മരത്തിനെ പോയി കെട്ടിപ്പിടിക്കേണ്ട അവസ്ഥയാണല്ലോ. അങ്ങനെയാണ്. എന്നിട്ട് മുകളിലേക്ക് നോക്കണം. ഞങ്ങൾ ഈ കെമിസ്ട്രിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മള് ഇതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ പടത്തിൽ നിസാർ മാമുക്ക ഉണ്ടല്ലോ, പുള്ളി കൗണ്ടറിൽ ഇരുന്ന് ഷൂട്ട് അവിടെ ഇരുന്ന് അപ്പുറത്ത് ഷൂട്ട് കണ്ടോണ്ടിരിക്കുക. ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഇനിയെങ്കിലും നമുക്കൊന്ന് ആ ലാസ്റ്റ് ഷോട്ട് ഒന്ന് അറിഞ്ഞ് കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞപ്പോ അതങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ പറയാം, എടാ നീയൊക്കെ പാടെ ജീവിക്കോടാ. പുള്ളി അതാ ചോദിക്കുന്ന ഇവിടെ ഇരുന്നിട്ട്. നേരത്തെ പറഞ്ഞല്ലോ പുതുമുഖങ്ങൾ വേണമെന്ന് തോന്നിയൊരു മൂവിയാണെന്ന്. അപ്പൊ തന്നെ മകനെ ഡിസൈഡ് ചെയ്തോ, അതോ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ എഴുതുന്ന ഒരു സമയം തന്നെ ടോട്ടൽ റൈറ്റിംഗ് ടൈമിൽ തന്നെ ഓൾറെഡി ഇവൻ സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിക്കും. അത്യാവശ്യം കുറെ സജഷൻസ് പറയും. അത്യാവശ്യം നല്ല രീതിയിൽ സജഷൻസ് പറയും. ചിലപ്പോൾ ചീത്ത പറയും. അതെന്തിനാ അങ്ങനെ? അതൊരു യൂത്തിന്റെ ആ ഒരു സാധനം, നമുക്ക് ഈ യൂത്ത് എലമെന്റ് ആണ് ഇത് ശരിക്കും കിടക്കുന്നത്, ഒരു ഏരിയ മൊത്തം. അപ്പോൾ അതിനുള്ള സജഷൻസ് പറയും. പിന്നെ അവന്റെ ഫ്രണ്ട്സ്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ച് നോക്കിയപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ്. പിന്നെ ഇത് മുഴുവൻ ബൈ ഹാർട്ടാണ്. ടോട്ടൽ ഈ സ്ക്രിപ്റ്റ് മൊത്തം ബൈ ഹാർട്ടാണ്. അപ്പോൾ ആ ഒരു അതൊരു ഉദാഹരണം പറഞ്ഞാൽ ഇവർ രണ്ടാളും കൂടി ചെയ്യുന്ന സീക്വൻസിലൊക്കെ ഒറ്റ ഷോട്ടിലൊക്കെ ഒരു സീൻ പോകാറുണ്ട്. ഡയലോഗിനൊന്നും രണ്ടുപേർക്കും ഇങ്ങനെ പടപടാന്ന് എല്ലാം ബൈ ഹാർട്ടായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സാധനം നല്ല രസമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു. വൈഫിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ അങ്ങനെ തന്നെ ഉദ്ദേശിക്കുന്ന ആ ക്യാരക്ടറെ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം. ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്. എൻ്റെ കഴിഞ്ഞ പടത്തിലും ഉണ്ടായിരുന്നു, ഒരു മെട്ടാനിലും വില്ലൻ ക്യാരക്ടർ ഇവനാണ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ അത് ഫിക്സ്ഡ് ആണ്. ബാക്കിയുള്ള ഇതിന് മാത്രമാണ് നമ്മൾ ഓഡിഷൻ നടത്തിയതും ഓഡിഷനിലൂടെ വന്ന് കയറിയതാണ്. തമിഴിലാണ് ഇത്രയും നല്ലപോലെ കൃത്യമായിട്ട് വിളയാടിക്കൊണ്ടിരിക്കുന്നത് കുട്ടി എന്ന് തോന്നുന്നു. ഏതാ കൂടുതൽ ഇഷ്ടം? മലയാളമാണോ ഇഷ്ടം, തമിഴാണോ ഇഷ്ടം? കിട്ടുന്നതെല്ലാം ചെയ്യും. അതുപോലെ ഹീറോയിൻ വേണം അങ്ങനെയുള്ള നിർബന്ധങ്ങളും ഇല്ല? എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണെങ്കിൽ ഞാൻ ചെയ്യും. ഓക്കെ. ഈ മൂവിയിൽ എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഹീറോയിൻ എന്നുള്ള കാരണമാണോ, അതോ ലവ് ആണ് എന്നുള്ളൊരു സാധനമാണോ, അതോ ഡിഡ് യു സീ സംതിങ് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റിൽ ഇഷ്ടപ്പെട്ട? അല്ല, എന്നോട് പറഞ്ഞു ഇതിലെ ക്യാരക്ടറും എൻ്റെ ക്യാരക്ടറും സെയിമാ. അപ്പൊ എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കുറവുണ്ട്, അതാണ് ക്യാരക്ടറിനും കുറച്ച് കുറവുണ്ട്. സെയിം ആയിരിക്കും. എന്തായിരുന്നു ഈ ക്യാരക്ടർ ശരിക്കും? ഈ ക്യാരക്ടർ ഒരു ഇന്നോസെന്റ് ആയിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള നേച്ചറുള്ള കുട്ടിയാണോ? പക്ഷെ ഇവിടെ വന്നിട്ടില്ല ആ ബബ്ലി. ഞാൻ ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ബബ്ലി ആയിട്ടുള്ള ലൊക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഞാൻ ഇൻട്രോവേർട്ട് ആണ്, എനിക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഒരു 2-3 ഗ്യാങ് ഓഫ് ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ദിവ്യയായിരിക്കും. നമുക്കൊന്നും വാ തുറക്കാനോ സംസാരിക്കാനോ സ്പേസ് തരില്ല. ഇൻട്രോവേർട്സ് അങ്ങനല്ലേ? പക്ഷെ വീണ്ടും ആൾക്കാർ വരുമ്പോൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 4 പേര് പുതിയ ആൾക്കാരായിരിക്കും ആലോചിക്കണേ. നീലാംബരിയില് 2 സീൻ ചെയ്ത് ടാറ്റ പറഞ്ഞു വിട്ടല്ലേ അച്ഛൻ? അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ സിനിമയില് വില്ലനായിട്ട് അഭിനയിച്ചു. എങ്ങനെ കൺവിൻസ് ചെയ്തു ഡാഡിനെ അഭിനയ സ്കിൽസ്? കഴിഞ്ഞ സിനിമയില് വില്ലനായിട്ട് എന്ന് പറഞ്ഞാൽ അച്ഛനല്ല ആക്ച്വലി അത് കൺവിൻസ് ചെയ്തത്. ഇപ്പൊ നമുക്ക് ആ പടത്തിന് വേറെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്ക് ഒരു പ്ലാൻ. അതിൽ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ ഒരുമ്പെട്ടവൻ പടത്തിൽ ഞാനാണ് വില്ലൻ എന്നുള്ളത് എനിക്കും അച്ഛനും ഞങ്ങൾക്ക് കുറച്ച് പേർക്കും മാത്രമേ അറിയുള്ളൂ. കാരണം എന്നെ ഈ ഒരു രൂപത്തിലല്ല അതിൽ വെച്ചിരിക്കുന്നത്.
കറക്റ്റ് പല്ലിലൊക്കെ കളറൊക്കെ ചെയ്ത് മറ്റേ ഇവരുടെ എന്തോ മറ്റേ മുറുക്കാനൊക്കെ ഇടുന്ന ഐറ്റംസ് ഉണ്ടല്ലോ അതൊക്കെ വെച്ച് പാനൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു മേക്ക് ഓവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ ആക്ച്വലി ഒരു റിയൽ ബംഗാളിനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാം എന്നൊരു പ്ലാനിലാണോ ഇരിക്കണ്ടായിരുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ബംഗാളി അഭിനയിക്കാൻ വന്നപ്പോൾ പുള്ളിക്ക് ഇത് പറ്റുന്നില്ല. അപ്പൊ പുള്ളിക്ക് ഇത് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പെർഫോം ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അച്ഛനും പ്രൊഡ്യൂസറും അടുത്തടുത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവരിത് കണ്ടു നോക്കിയപ്പോൾ അവർ പറയാ എന്നാ പിന്നെ അതിൽ നന്നായിട്ട് അവനാണല്ലോ ചെയ്യുന്നത്, അവനെങ്ങ് ചെയ്തു തുടങ്ങി, ഇതിനെ എവിടെന്നാ കിട്ടിയെന്ന് അതാണോ ചോദിക്കുന്നത്. അപ്പൊ അതാണോ ഞാനാണോ ബംഗാളി എന്നൊരു കൺഫ്യൂഷൻ ആയി പോയത്. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ അല്ലാതെ ഞാൻ അതിൽ ചെയ്യണമെന്ന് പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, അഭിനയിക്കാന്ന് പ്ലാൻ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തൊട്ട് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പേടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അങ്ങനെ അത് വന്നു തുടങ്ങി. കളിയോ, കാരണം അത് ഹിന്ദി പറയണം, ഹിന്ദിയാണല്ലോ ഏറ്റവും നമുക്ക് ഈ പറഞ്ഞ ഹിന്ദി പറഞ്ഞ് അഭിനയിക്കണം, പഠിക്കണ്ടേ. അവിടെ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കൊക്കെ ചെയ്യുന്ന ദൈവം ഇനിയിപ്പോ എങ്ങനെ ഒപ്പിച്ചെടുക്കും, അതായിരുന്നു അടുത്ത കൺഫ്യൂഷൻ. പിന്നെ അവരൊക്കെ പാടെ പറഞ്ഞു. അച്ഛൻ കൂടുതലും രചന അതുപോലെ തന്നെ ഡിറക്ഷൻ അത്തരം രീതിയിൽ, ഗൗതമിന് കുറച്ച് അഭിനയത്തോട് ആണ് ചായ്വ് കിടക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? ഞാൻ എഴുതാൻ ഇഷ്ടമാണ്, ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ഫിലിംസും, അതേപോലെ ആഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ആഡുകൾ ഞാൻ ചെയ്യാറുണ്ട്. എല്ലാം സപ്പോർട്ട് അച്ഛൻ്റെയാണ്. നിങ്ങളുടെ ഒരു ബോണ്ട് എങ്ങനെയായിരുന്നു സെറ്റില്? ബിക്കോസ് ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂവിൽ കേട്ടു ഗൗതം പറയുന്നത് സെറ്റില് അച്ഛനെ അച്ഛനല്ല സാർ എന്നാണ് വിളിച്ചിരുന്നതെന്നൊക്കെ. ഷോർക്കാണോ? അല്ലല്ല, അത് വേറെ ഒന്നല്ല. കാരണം എന്താ വെച്ചാൽ ആഡ് ചെയ്യാൻ പോകുമ്പോൾ അച്ഛൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ചെയ്യേണ്ടി പോകും. എനിക്ക് വർക്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എല്ലാവരും ഈ ഡയറക്ടറിനെ നമ്മളെല്ലാവരും ലൊക്കേഷൻസിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്, സർ എന്ന് വിളിക്കും. അത്രയും കമ്പനി ആയിട്ടുള്ള ആൾക്കാർ മാത്രം പേര് വിളിക്കും. അപ്പൊ ഏറ്റവും കമ്പനി മകനാണല്ലോ. അപ്പൊ ഞാൻ ആ സർ എന്നുള്ള സാധനത്തിന് കടമെടുത്തിട്ട് പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലും അങ്ങനെയാണ്. വീട്ടിലും അച്ഛ എന്ന വിളി കുറവാണ് കൂടുതലും. അപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോ സാർ എന്താ സാറേ സംഭവം, ഫ്രണ്ട്ലി മൈൻഡിലാണ് ചോദിക്കുന്നത്, അങ്ങനെയാണ് കൂടുതൽ. അപ്പൊ അത് ഇവിടെയും കൊണ്ടുവന്നു. റെസ്പെക്ട്ഫുൾ സാർ അല്ല, സ്നേഹം കൊണ്ടുള്ള സാറാണ്. സാർ എന്താണ് കൂടുതൽ വഴക്കുറയൊക്കെ ചെയ്യോ? ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ഈ നമുക്ക് കെമിസ്ട്രി ഒക്കെ ചെയ്യേണ്ടി വരുമ്പോഴുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല? ചെയ്തല്ലേ പറ്റും. നന്നായിട്ട് കെട്ടിപ്പിടിക്കണമെന്ന് പറയാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം നമ്മളത് അഭിനയിപ്പിക്കുകയാണ്, പുള്ളി കാണിച്ചു തരും എങ്ങനെയാണ് എന്താ വേണ്ടത്, കറക്റ്റ് പറഞ്ഞു തരും കേട്ടോ. കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ പക്കയാണ്. കാരണം നമുക്കൊരു ഷോട്ട് എങ്ങനെ ചെയ്യണം, എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ളതെല്ലാം പുള്ളി വന്ന് ബ്രീഫ് ചെയ്ത് തന്ന നമുക്ക് ആ ബ്രീഫിംഗിൽ നമ്മുടെ മൈൻഡിൽ നിൽക്കുക. പിന്നെ നമുക്ക് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് ആലോചിക്കേണ്ട സിറ്റുവേഷൻ വരില്ല. ഡയറക്ഷൻ സൈഡ് പക്കയാണ്. ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഡോക്യു മൂവി ഉണ്ട്, അത് ഞാൻ ഫസ്റ്റ് ഡയറക്റ്റാ ചെയ്തത്. അപ്പൊ അന്ന് എനിക്ക് ഫുൾ സപ്പോർട്ട് അച്ഛനാ തന്നത്. അതിനെനിക്ക് ഞാൻ ഫസ്റ്റ് ഒരു ഡോക്യു മൂവി ഒരു ഷോർട്ട് മൂവി പോലത്തെ ഡോക്യു ഞാൻ ചെയ്തായിരുന്നു. അതിനെനിക്ക് ബെസ്റ്റ് ഡയറക്ടർ സ്റ്റേറ്റ് അവാർഡും കിട്ടിയായിരുന്നു. പഠിക്കുമ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിന്റെ ഷൂട്ട് ഭയങ്കര രസം. അതിന്റെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോൺ ചെയ്യും. നമ്മൾ ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ അച്ഛനോട് അച്ഛാ ഇപ്പൊ ഇതാണ് ഏരിയ, ഇതാണ് സ്പേസ്, ഇങ്ങനെ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇവിടെയൊക്കെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്, ഇതാണ് പ്ലാൻ. പുള്ളി അത് മൈൻഡിൽ കണ്ടിട്ട് പറയും ആ ക്യാമറ കുറച്ചും കൂടി കയറ്റി വെച്ചോളൂ, ടൈറ്റ് ചെയ്തോളൂ, അങ്ങനെ ആക്കിക്കോളൂ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് തന്നിട്ട്. പിന്നീട് അതിനുശേഷം ഡയറക്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഒന്നും വന്നില്ലേ? ഇല്ല, പിന്നെ ആഡുകൾ ചെയ്തു, അങ്ങനെ ഗൗതം ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. അപ്പൊ ഈ ക്ലിക്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇൻപുട്സ് ഗൗതമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നോ? ഡയറക്ഷൻ ഞാൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ നിന്നല്ലേ എല്ലാം ഞാൻ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. വേറെ ഒന്ന് രണ്ട് ഇതിൽ തന്നെ വേറെ അഭിനയിക്കുന്ന ഒരു സുരേന്ദ്രൻ കാളിയത്തുന്നുണ്ട്. സുരേന്ദ്രനൊക്കെ എൻ്റെ കൂടെ സ്ക്രിപ്റ്റില് അസിസ്റ്റ് ചെയ്യുന്നത്. സുരേന്ദ്രൻ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്, പുള്ളി സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിയും ഞാനും കൂടിയിട്ട് ഇങ്ങനെ കുറെ സപ്പോർട്ട്സ് കൊടുക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു ബബ്ലിയായ ക്യാരക്ടറാണ് ചെയ്യുന്നത്, എൻ്റെ നേച്ചർ തന്നെയാണെന്ന് പറഞ്ഞു. ബട്ട് എന്നാലും എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തോന്നുവാണ്, എന്തെങ്കിലും പ്രിപ്പറേഷൻസ് വേണ്ടി വന്നിരുന്നോ? ലൈക്ക് ഒരു ഇൻട്രോവേർട്ടിന് ഇച്ചിരി ബബ്ലിയായിട്ട് അഭിനയിക്കാനായിട്ട് ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? സെറ്റിൽ എല്ലാവരുടെ മിണ്ടിയല്ല പറ്റത്തുള്ളൂ. അല്ല സെറ്റില്, ബട്ട് ഞങ്ങക്ക് 3-5 ഡേയ്സ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും കൂട്ടിൽ അഭിനയിക്കുന്നവരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ അവരോട്ട് അങ്ങനെ പരിചയം മിങ്കിളായി. ആരൊക്കെ ഉണ്ടായിരുന്നു? ശങ്കർ, നിസാറേട്ടനൊക്കെ ഉണ്ടായിരുന്നു? ആ, നിസാർക്കൊക്കെ ഉണ്ടായിരുന്നു. നിസാർക്കി ഉണ്ടായിരുന്നു, വൈകി ഉണ്ടായിരുന്നു, ട്രിനിറ്റി ഉണ്ടായിരുന്നു, പിന്നെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നു അവിടെ. ഇത് മാത്രം ഇല്ലായിരുന്നു.
കാരണം ഈ മകനല്ലേ അതുകൊണ്ടല്ല മകനൊക്കെ എന്തോ ഇത് അതല്ല വേറെ ഒന്നല്ല എന്താ വെച്ചാൽ പ്രൊഡക്ഷൻ നമ്മൾ തന്നെ ചെയ്യുന്നത് ഓൺ പ്രൊഡക്ഷൻ. അപ്പൊ എന്താ വെച്ചാൽ അതിന്റെ കുറെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് അതും ഞാൻ തന്നെയാണ് ഓടുന്നത് എല്ലാ സൈഡും. അതൊരു പ്രഷർ ആയിരുന്നോ? ലൈക്ക് എവറിതിങ് സ്വന്തം മണി, യുവർ ഫാമിലി മണി, നമ്മൾ തന്നെ സ്വന്തം നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു പ്രഷർ ആയിരുന്നു എപ്പോഴെങ്കിലും? അതെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടിയിട്ടാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊണ്ടുപോകണ്ടേ, അതൊരു ഇതാണ്. കാരണം അവിടെ നിന്ന് അവൻ വിളിക്കും, അവൻ ദുബായിലല്ലേ, അവിടെ നിന്ന് വിളിക്കും, അവിടെ നിന്ന് വിളിച്ച് എന്തായി അവിടെ എന്തായി ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതിനിടയിലാണ് ഇത്ര ലാഘവത്തോടു കൂടി അഭിനയിക്കുക. അത് എന്തെങ്കിലും രീതിയിൽ ഒരു പ്രഷറും ഉണ്ടായിരുന്നില്ല? പ്രഷർ നന്നായിട്ടുണ്ട്, പക്ഷെ അത് ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുകൊണ്ട് അങ്ങനെ പോകും. കാരണം എല്ലാവരും പോയിട്ട് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് എല്ലാ ആളുകളും പോയതിനു ശേഷം നൈറ്റ് 12:30 മണിക്കാണ് ഞാൻ കഞ്ഞി കുടിക്കാനിരിക്കും. നമുക്ക് നൈറ്റ് കഞ്ഞി ഉണ്ടല്ലോ, ആ കഞ്ഞി കുടിക്കാൻ ഞാൻ ഒരു ടേബിളിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ബില്ലും കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ മാനേജർ എല്ലാം വന്ന് സെറ്റിൽ ചെയ്യുന്നത്. അതുവരെ വന്ന് പുള്ളി ഇതിനൊന്നും വരില്ല എൻ്റെ അടുത്തേക്ക്. പിന്നെ ഞാൻ ഓർമ്മ രാവിലെ 6 മണിക്ക് ഷൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി പിന്നെ കയ്യും കാലം പിടിക്കും. 6 മണിക്ക് എൻ്റെ വെക്കല്ലേ, വേറെ ആരുടെങ്കിലും വെക്ക്, ഏറ്റവും നല്ലത് നിസാർക്കട വെക്കാനാണ് ഞാൻ പറയാം. നിസാർക്കാണെങ്കിൽ 6 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് 6 മണിക്ക് അവിടെ ഉണ്ടാവും. സെറ്റിൽ എപ്പോഴെങ്കിലും ദിവ്യ ഗൗതം എന്ന ഒരു പ്രൊഡ്യൂസറിനെ എവിടെയെങ്കിലും കണ്ടിരുന്നോ? അല്ലോ എപ്പോഴും എന്നെ കണ്ടില്ലേ? ഇല്ല ഞങ്ങള് സെലക്ട് ആയി കഴിഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു, സെലക്ട് ആയി ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ട് അപ്പൊ സാറായിട്ടൊക്കെ സംസാരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്നാൽ ഇതിൽ പ്രൊഡ്യൂസർ ആയിരിക്കും? അപ്പൊ പുള്ളിയാണ് ഞാൻ തന്നെ. അല്ല പ്രൊഡ്യൂസർ എന്ന് പറയാൻ കാരണം എല്ലാവരും കമ്പനി ബേസിലല്ലേ പോകുന്നത്. പിന്നെ ആരോടും ഇപ്പൊ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അച്ഛനും അതെ ആരോടും ചൂടാവുക അങ്ങനെയൊന്നുമില്ല. കാരണം പുള്ളി കറക്റ്റ് കാര്യം ഇപ്പൊ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പൊ ലൈറ്റിന്റെ തന്നെ ഇപ്പൊ ലൈറ്റ് ഒരാൾ അങ്ങോട്ട് നീക്കി വെച്ചില്ലെങ്കിൽ ക്യാമറമാൻ നീക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ പോയിട്ട് അത് കൈകൊണ്ട് നീക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു നമ്മളങ്ങനെ നിങ്ങൾ സ്വന്തം പ്ലേ ഗ്രൗണ്ട് പോലെയാണ്. പിന്നെ എന്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഒരു മൂവിക്ക് മാത്രമല്ല, ഞാൻ എല്ലാ വർക്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ ഒരു പ്രോപ്പർട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു ആർട്ടിൻ്റെ ഒരാളോട് പറഞ്ഞ് അസിസ്റ്റന്റ് ഡയറക്ടറോട് പറഞ്ഞാൽ ആർട്ടിനോട് പറയും. അതിലും നല്ല ജസ്റ്റ് ആണ് പോയാൽ പ്ലേസ്മെന്റ് നമുക്ക് കറക്റ്റ് കിട്ടും. പ്ലേസ്മെന്റ് പ്രശ്നം കഴിഞ്ഞില്ലേ? ഇതിപ്പോൾ അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞാൽ അടുത്ത ആളെ ഓടി അവിടെ പോയി ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ആകെ കലാപരിപാടികൾക്ക് നിൽക്കാറില്ല. നമ്മൾ മോണിറ്ററിൽ നോക്കും, നേരെ പോയി വെക്കുന്നു. അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ വേറെ കാര്യം, ഈ പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞല്ലേ, ആരും ഇതിൽ പുതുമുഖങ്ങൾ എന്ന് പറയില്ല സിനിമ കണ്ടാൽ. അത് 100% ഉറപ്പ്. വർക്ക്ഷോപ്പ് നമ്മൾ നന്നായി കൊടുത്തു. ആ വർക്ക്ഷോപ്പിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് ആക്കി മാറ്റി, എന്നിട്ടാണ് പിന്നെ അതിലേക്ക് എത്തിച്ചത്. പിന്നെ അത് ഓക്കെ, എല്ലാവർക്കും ഒരു മിനിമം ഒരു 10 കോപ്പി സ്ക്രിപ്റ്റ് ഉണ്ടാവും. ഇതവിടെ ഉണ്ടാവും, എല്ലാവരും വായിച്ചോളണം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചോളണം. അങ്ങനെ പറഞ്ഞു. സാധാരണ ഹൈഡ് ചെയ്ത് വെക്കുന്ന പരിപാടിയൊന്നുമില്ല. ഫുള്ള് വായിച്ച് അവരെല്ലാവരും ആ ക്യാരക്ടറുകളായിട്ട് മാറി. ശങ്കർ സർ ഈ സിനിമയിലേക്ക് ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു പ്രത്യേകത ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞിരുന്നു. ദിവ്യയുടെ കോമ്പിനേഷൻ വിത്ത് ഹിം, ഹൗ വാസ് ഇറ്റ്? എന്തെങ്കിലും ഇൻപുട്സ് ഒക്കെ പുള്ളി തന്നിരുന്നോ? എനിക്ക് സീൻ എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു സീനായിരുന്നു ശങ്കർ സാറുമായിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത് കഴിയുമ്പം അതിൽ എന്തെങ്കിലും കൊണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു തരും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരു കോമഡി സീൻ ഉണ്ടായിരുന്നു. ബാക്കി ഫുൾ ആയിട്ട് സീരിയസ് ആയിട്ടുള്ള സീനായിരുന്നു. ലാസ്റ്റ് ഒക്കെ ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള സീനായിരുന്നു. കോമഡി ഒന്നും ഇല്ലായിരുന്നു അതില്. കുഴപ്പമില്ല, പുള്ളി പൊളിയാ. എന്ത് ചെയ്യാനാ ദിവ്യക്ക് ഇഷ്ടം? സീരിയസ് ചെയ്യാനാണോ കോമഡി ചെയ്യാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. നമ്മളുടെ സിനിമ ഈ വരുന്ന ജൂലൈ 3 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഞാനും പറയുന്നു, തിയേറ്ററിൽ വന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ. പക്ഷെ അതങ്ങനെയല്ല. ഇതെല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇപ്പോൾ ചില സിനിമകൾക്കൊക്കെ പറയാറുണ്ട്, സൂപ്പർ മൂവിയാണല്ലോ. അപ്പോൾ അവർ തിയേറ്ററിൽ പോയി കണ്ടാലാണ് തിയേറ്ററിൽ വിജയിക്കുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അഭിപ്രായങ്ങൾ ഇഷ്ടമാണ്, സന്തോഷമാണ്. പക്ഷേ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല, പൈസ വസൂലാവും, അത് ഞാൻ ഗ്യാരണ്ടി. ഇതിൽ ആകെയുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ പടത്തിന്റെ നമുക്ക് ഒരിക്കലും ക്ലൈമാക്സ് വരെ സസ്പെൻസ് എന്ന് പറയുന്ന സാധനം മനസ്സിലാവില്ല. നമുക്ക് ബാക്കി എല്ലാ സിനിമ, കാരണം നമ്മൾ ഈ പടത്തിന്റെ ഫൈനൽ ഇത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു 3 പേരെ പുറത്തുനിന്ന് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ വരെ സസ്പെൻസ് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ന്യൂ ഫേസ് ആളുകൾ തന്നെ ഈ സിനിമ ചെയ്യണം എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഓൾറെഡി നോൺ ഫിഗേഴ്സ് ആയിട്ടുള്ള ഫേസുകൾ ഈ പടം ചെയ്ത് ക്ലൈമാക്സ് നമുക്ക് ഒന്ന് പിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് കിട്ടാതെ, കാരണം ഒരു 3 ട്വിസ്റ്റിലാണ് ക്ലൈമാക്സിലേക്ക് എത്തുന്നത്, മറിഞ്ഞു വരുമ്പോ അങ്ങനെ പോകുന്നത്. I'll definitely watch. എന്തായാലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കണ്ടിട്ട് വിളിച്ച് പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. I will do that. Yes.